നമ്മൾ കാന്തല്ലൂർ വന്നിട്ടുണ്ട് കേട്ടോ. കാന്തല്ലൂർ ഒരു മരത്തിൻ്റെ മണ്ടയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. മരത്തിൻ്റെ മണ്ടയിൽ വെറും 10 രൂപയ്ക്ക് മരത്തിൻ്റെ മണ്ടയിൽ കയറാം. വേറെ ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് മരത്തിൻ്റെ മണ്ടയിൽ കയറാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ ബോർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മൾ കാന്തല്ലൂരിലാണ്. കേരളത്തിൻ്റെ സ്വന്തം കാശ്മീരായ കാന്തല്ലൂരിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മലയോര ഗ്രാമമായിട്ടുള്ള കാന്തല്ലൂരിലേക്ക് നമുക്ക് ഒരു യാത്ര പോയി വരാം. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, കാന്തല്ലൂരിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യണം. കാരണം കാന്തല്ലൂരിലെ ക്ലൈമറ്റ് എന്താണ്, കാന്തല്ലൂരിലെ രാത്രിയിലുള്ള അല്ലെങ്കിൽ രാവിലെയുള്ള വൈബ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നുള്ള ഒത്തിരി നാളത്തുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ റിസോർട്ടുകൾ നോക്കുക അല്ലെങ്കിൽ ഹോട്ടൽസ് നോക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള റിസോർട്ടും ഹോട്ടൽസൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സ്നോ വൈറ്റ് എന്നാണ് കേട്ടോ ഈ ഒരു ഹോം സ്റ്റേയുടെ പേര്. അപ്പം ഇതിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ എന്ന് പറയുന്നത് ചുറ്റിനും ഇങ്ങനെ മലനിരകൾ കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു എക്സ്റ്റീരിയർ വ്യൂ നമുക്ക് ഈ ഒരു ഹോം സ്റ്റേയിൽ അവൈലബിളാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്കുള്ളത്. അതേപോലെ തന്നെ റൂംസ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ താമസിക്കാൻ പറ്റിയൊരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഈ സ്നോ വൈറ്റിൻ്റെ ഹോം സ്റ്റേ കേട്ടോ. എവിടെ കയറി പോണു? ശരണം പന്നയ്യപ്പാ. നമ്മൾ കാന്തല്ലൂർ വന്നിട്ടുണ്ട് കേട്ടോ. കാന്തല്ലൂർ ഒരു മരത്തിൻ്റെ മണ്ടയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. മരത്തിൻ്റെ മണ്ടയിൽ വെറും 10 രൂപയ്ക്ക് മരത്തിൻ്റെ മണ്ടയിൽ കയറാം. വേറെ ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് മരത്തിൻ്റെ മണ്ടയിൽ കയറാം. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പോൾ കാന്തല്ലൂർ ഇതിൻ്റെ വിശേഷങ്ങളും ബാക്കി ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കാന്തല്ലൂർ വരുന്നെങ്കിൽ ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാൻ ശ്രമിക്കുക. ഏതാണ്ട് ഒരു നല്ല ഹൈറ്റിൽ തന്നെ, അത്യാവശ്യം ഒരു മരത്തിൻ്റെ ഉയരത്തിൽ തന്നെ നമ്മൾ കയറി നിൽക്കുകയാണ് കേട്ടോ. ഇത് നിങ്ങൾ ബാക്കിലൊക്കെ കാണുന്ന ചില്ലകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും മേളിലത്തെ ചില്ലകളാണ് നിങ്ങളീ കാണുന്നത്. ഓക്കെ, അതുവരെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അന്യായ വിഷ്വലാണ് കേട്ടോ. അന്യായ വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിലും മലനിരകളുടെ ഒരു അന്യായ വിഷ്വൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ വിഷ്വൽ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ട്രീ ഹൗസിൻ്റെ മണ്ടയിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു വിഷ്വൽ കേട്ടോ. 360 ഡിഗ്രി ആംഗിളിൽ നമ്മൾ കംപ്ലീറ്റ് മലനിരകളെ കാണുന്ന ഒരു മനോഹര ദൃശ്യമാണ് കേട്ടോ. സൺസെറ്റിനൊക്കെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ അറിയത്തില്ല. സൺസെറ്റിനെ വന്ന് നോക്കേണ്ടി വരും. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ സൺസെറ്റിനും കൂടെ വന്ന് നോക്കും കേട്ടോ. കണ്ടില്ലേ, മരത്തിൻ്റെ ഏറ്റവും മേളിലത്തെ ചില്ലേര അവിടെ കയറിയിരിക്കുകയാണ്. മരം കയറണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് പോന്നാൽ മതി അല്ലേ? മരം കയറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എന്ന് പറയുന്നത്. മരം കയറണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ മരം കയറിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, മരത്തിൻ്റെ ഏറ്റവും മേളിലാണ്. കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ മേളിലേക്ക് പാൻ ചെയ്യുകയാണ്. മരത്തിൻ്റെ ഏറ്റവും മേളിലത്തെ ചില്ലേര അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബേസൊക്കെ കൊടുത്തിട്ടുള്ള നമ്മളെ പണ്ടത്തെ കാലത്തെ ആദിവാസി ശൈലിയിൽ രൂപീകരിക്കുന്ന പോലത്തെ ഒരു ട്രീ ഹൗസാണ്. പിന്നെ മണ്ടയിലൊക്കെ വന്നിട്ട് നമുക്ക് വിശ്രമിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്ന് പറയാം. വെറും 10 രൂപയുള്ളൂ നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ കയറാനായിട്ട്. കാന്തല്ലൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്.
അതേപോലെ തന്നെ ഈ ട്രീ ഹൗസിൻ്റെ ലൊക്കേഷനിലുള്ള ഇതിൻ്റെ ഉടമസ്ഥരാരാണ് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വന്ന് കാണാനും കാര്യങ്ങളൊക്കെ സാധിക്കും. അതേപോലെ തന്നെ അവരുടെ ഒരു മഡ് ഹൗസും കൂടെ അവർ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരു മഡ് ഹൗസ് തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു 6 പേർക്കൊക്കെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന, ബാച്ചിലേഴ്സ് ആണെങ്കിൽ 6 പേർക്കൊക്കെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഒരു മഡ് ഹൗസ് അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ട്രീ ഹൗസിൻ്റെ മണ്ടയിലാണ്, ഒരു മരത്തിൻ്റെ മണ്ടയിൽ എന്നിട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. താഴോട്ടുള്ളൊന്ന് ഇത് കാണിച്ചേടി, താഴോട്ടൊന്ന് കാണിച്ച്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ താഴെ റോഡാണ്, അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും ദൂരം മേളിൽ കയറി വന്നത് കേട്ടോ. ഇതായിരിക്കണം നമ്മുടെ വണ്ടി. നമ്മളെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്, മരത്തിൻ്റെ മണ്ടയിലാണ്. വ്യൂസ് നല്ല രസമുണ്ട് കേട്ടോ. മരം ഒന്ന് കാണിച്ചു കൊടുക്കുക. മരത്തിൻ്റെ മേളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നിന്നിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് താമസിക്കാം. നമ്മൾ ഇൻഡിവിജ്വലായിട്ടൊക്കെ താമസിക്കുന്ന, വലിയ റിസോർട്ടൊന്നും അല്ലാത്ത ഇൻഡിവിജ്വലായിട്ടൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ അവരത് ഓപ്പൺ ആയിട്ടില്ല, ഓപ്പൺ ആകുമ്പോഴത്തേക്ക് എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ എന്താ പറയുക, ഒരു ഇത് ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളൊരു, നമുക്ക് ചിലപ്പോൾ വരാൻ സാധിച്ചൊന്നും വരത്തില്ല ആ സമയത്തേക്ക്. അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ളൊരു എന്താ പറയുക, ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ ആ മഡ് ഹൗസിൻ്റെ വിഷ്വൽസും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് മഡ് ഹൗസിൻ്റെ ഏറ്റവും മേളിലെ വ്യൂ ആണ് കേട്ടോ. മേളിൽ നിന്നുള്ള വ്യൂ ആണ്, നല്ല പുല്ലൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. താഴെ നിന്നുള്ള വ്യൂ ഞാൻ താഴെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ആണ് പിന്നെ ഇറങ്ങാനും കയറാനും ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ നിലയിൽ കയറുമ്പോഴത്തേക്ക് തിരിഞ്ഞിറങ്ങും. തിരിഞ്ഞിറങ്ങിയാലേ അത് കറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓരോ കാലമായിട്ട്, അത് 2 സൈഡിലും പിടുത്തം വേണം. ഓരോ കാലമായിട്ട് ഇറക്കി വെച്ചിട്ട് ഇറങ്ങി. ഒരാളെ ഇറങ്ങണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നോക്കിയാളെ. ഈ സെക്കൻഡ് 2 നിലയാണ് കേട്ടോ. രണ്ടാമത്തെ നിലയിൽ കയറുമ്പോൾ മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ടുള്ളൂ. സ്റ്റെപ്പ് ഇത്തിരി കുത്തനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതങ്ങനെ തന്നെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പം അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ മരം കാറ്റടിച്ച് ആടുമ്പോഴത്തേക്ക് ഈ സാധനം നിന്നാടുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. അഡ്വഞ്ചറസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചറസ് ആക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ലെയർ, ആദ്യത്തെ നിലയാണ് കേട്ടോ. ആദ്യത്തെ നിലയിൽ ഇങ്ങനെയാണ് സംഭവം. അത് കുറച്ച് ചെറിയ സ്പേസാണ്. മേളിലാണ് വലിയ സ്പേസ് വരുന്നത് കേട്ടോ. ഉണ്ടല്ലേ, മേളിലാണ് അതിൻ്റെ വലിയ സ്പേസ് വരുന്നത്.